സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കേരള സർക്കാർ പുതുതായി അവതരിപ്പിച്ച വനിതാ സുരക്ഷാ പദ്ധതി. അർഹതപ്പെട്ട സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനും പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി എന്താണ്, ആരൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അർഹരായിട്ടുള്ളത്, എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ നിബന്ധനകളാണുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ പദ്ധതി എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. കേരളം എപ്പോഴും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. വൃദ്ധജനങ്ങൾക്ക് നൽകുന്ന പെൻഷൻ, വിധവകൾക്ക് നൽകുന്ന പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവയെല്ലാം അതിനൊരു ഉദാഹരണങ്ങളാണ്. 2025 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അതുപോലെ തന്നെ മറ്റൊരു സർക്കാർ സഹായവും ലഭിക്കാത്ത 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ലക്ഷ്യമാക്കിയാണ് ഈ ഒരു വനിതാ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിലൂടെ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ ആത്മവിശ്വാസം ഉയർത്തുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു വനിതാ സുരക്ഷാ പദ്ധതി എന്ന് നോക്കാം. കേരള സർക്കാർ നടപ്പാക്കുന്ന മാസാന്ത്യ ധനസഹായ പദ്ധതിയാണിത്. അർഹതയുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൻസിനും മാസം തോറും 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു സർക്കാർ പെൻഷനും ലഭിക്കാത്ത വ്യക്തികൾക്കാണ് ഈ ഒരു സഹായം നേടാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു വ്യക്തി കേരളത്തിൽ സ്ഥിര താമസക്കാരിയായിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ വൃദ്ധജനങ്ങൾക്കുള്ള പെൻഷനോ അല്ലെങ്കിൽ വിധവാ പെൻഷനോ അതുമല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷൻ, കുടുംബ പെൻഷൻ, EPF, സർക്കാർ പെൻഷൻ എന്നീ തരത്തിലുള്ള ഏതെങ്കിലും പെൻഷൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മഞ്ഞ കാർഡോ അല്ലെങ്കിൽ പിങ്ക് കാർഡോ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ് വിമൻസിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ ട്രാൻസ് വിമൻസിനും ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ഒരു സർക്കാർ സഹായവും ലഭിക്കാത്ത 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപേക്ഷാ തീയതി ആരംഭിക്കുന്നത് 2025 ഡിസംബർ 22 മുതലാണ്. ഡിസംബർ 22 മുതൽ തന്നെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പദ്ധതിയിൽ ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് ഔദ്യോഗിക വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, ഓൺലൈനായി അപ്ലൈ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു മാർഗമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഓഫ്ലൈനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ പ്രദേശത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓഫീസിലെ സെക്രട്ടറി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒരു പദ്ധതിക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ്, രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഡിക്ലറേഷൻ എന്നിവയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ്. ഇൻ കേസ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ഇറങ്ങാവൂ.
തുടങ്ങാവൂ. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി നൽകി നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കീമിന്റെ യോഗ്യതയ്ക്കുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ നേടാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രേഖകൾ കൃത്യമല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന നിയമങ്ങളും നിബന്ധനകളും എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഈ പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ധനസഹായം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വർഷം തോറും ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുണഭോക്താവ് മരിച്ചാൽ ആ ഒരു തുക കുടുംബത്തിന് കൈമാറാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു തുക കുടുംബത്തിന് ലഭിക്കുമെന്ന് കരുതണ്ട, അത് ലഭിക്കില്ല. 1 മാസത്തിലധികം തടവിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഒരു കാലയളവിൽ ഈ ഒരു തുക നേടാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മുഴുവൻ തുകയും 18% പലിശയോടെ സർക്കാർ തിരികെ പിടിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് കരുതണ്ട. എല്ലാം കൃത്യമായി നിങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളിലും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വലിയൊരു പിഴ നൽകേണ്ടി വരും. ഈ ഒരു പദ്ധതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നറിയുന്നതിന് മുമ്പ് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ലൈഫിൽ എപ്പോഴും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം നിങ്ങൾക്ക് 54,600 രൂപ വരെ നികുതി ലാഭം നേടാൻ സാധിക്കും. പ്രതിമാസം വെറും 578 രൂപ നൽകുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപയുടെ വരെ ലൈഫ് കവർ നേടാൻ സാധിക്കും. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. പിന്നെ മറ്റൊരു സവിശേഷത എടുത്തു പറയാൻ സാധിക്കുന്നത് 64 ഗുരുതര രോഗങ്ങൾക്ക് വരെ നമുക്ക് കവറേജ് നേടാൻ സാധിക്കും. അതുമാത്രമല്ല വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യ വർഷ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് നേടാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ സാമൂഹിക പ്രാധാന്യം എന്തെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ സ്വന്തമായി അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ചലിക്കണമെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ സർക്കാർ സഹായത്തോടെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു സ്കീമാണിത്. ഇത്തരത്തിൽ 1000 രൂപ ലഭിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് ചെറിയ ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും കുടുംബത്തിന്റെ ചിലവുകൾ ഒരു പരിധിവരെ അവർക്ക് വഹിക്കാനും സാധിക്കും. സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ശക്തമായ പിന്തുണയാണ് ഈ ഒരു പദ്ധതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ഈ ഒരു പദ്ധതി, ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത്, എന്താണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാ ഡോക്യുമെന്റ്സ് ആണ് നൽകേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സർക്കാരിന്റെ മറ്റൊരു ആനുകൂല്യവും നേടാത്ത 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് താഴെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.